പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഈ ചെടികളിങ്ങനെ ധാരാളമായിട്ട് നല്ല തിക്നെസ്സായിട്ട് പൂവിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫെർട്ടിലൈസർ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമുക്ക് ഇതുപോലെ മൊട്ടുകളും പൂവുകളൊക്കെ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ആ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും. പച്ചക്കറിക്ക് നല്ലതാണ് കേട്ടോ. പച്ചക്കറിക്ക് ധാരാളം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനാവും നല്ലത്. തക്കാളിയൊക്കെ കണ്ടില്ലേ, നല്ല കൊലകൊലായിട്ടുണ്ടാകുന്നുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ ആ ഒരു മരുന്ന് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പ്രേയർ വേണം, 1 ലിറ്റർ വെള്ളം വേണം, കുറച്ച് വിനാഗർ വേണം, സുർക്ക. അത് ആപ്പിൾ വിനാഗർ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് ഒറിജിനൽ ഇപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ വിപണിയിലൊക്കെ ഉള്ളത് അതിൻ്റെ എസൻസ് ചേർത്ത് വരുന്നതാണ്. എന്നാലും ആപ്പിൾ വിനാഗർ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. പിന്നെ അതിക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഈ സോഡൻ്റെ പൗഡറാണ്. പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കുക, ബേക്കിംഗ് സോഡൻ്റെ പൗഡർ. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് നമ്മൾ നല്ലവണ്ണം കഴുകണം കേട്ടോ. വേറൊരു ഇതൊന്നും ഇതിൽ പാടില്ല, വേറെ മരുന്നോ കീടനാശിനിൻ്റെ ഒരു ഇതൊന്നും ഇതിൽ പാടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ലിറ്ററൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ നമുക്ക് 1 ലിറ്ററാണ് ഇതിൽ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർക്കാം. അങ്ങനെ കറക്റ്റായിട്ട് 1 ലിറ്റർ വെള്ളം ചേർക്കേണ്ടത് കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട്, നമ്മൾ 400, 500, 1000 അങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടും ചെയ്യും. അതിലിങ്ങനെ വലിയ നീട്ടിക്കൊണ്ടാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ അത് വെള്ളം ഒഴിക്കണത്, നമ്മളത് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 1 ലിറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സുർക്ക ഉണ്ടോ. സുർക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അതൊക്കെ അതും കളയാതെ നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഒരു വലിയ സ്പൂണാണ് കേട്ടോ, നന്ന ചെറിയ സ്പൂണല്ല. നമ്മൾ മരുന്നൊക്കെ കഴിക്കണ വലിയ സ്പൂണാണ്, ടീസ്പൂൺ. അതിൽ നമ്മൾ ബേക്കിംഗ് സോഡൻ്റെ പൗഡർ ഇടണ്ട കേട്ടോ. പൗഡർ തന്നെ വാങ്ങാൻ കിട്ടും. അത് പൗഡർ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് പൗഡർ തന്നെ ഇത് ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ സോഡൻ്റെ പൗഡർ എടുക്കുക കേട്ടോ. സോഡ പൗഡർ ഇതുണ്ട്. സോഡ പൗഡർ 1 ടീസ്പൂണില്ല, കുറച്ചുകൂടി എടുക്കേണ്ടി വരും. ഇത്രയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ഇളക്കിയിട്ട് ചേർക്കുക. ഇളക്കിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ ഈ സ്പ്രേയറിന് ഇത് പുറത്തേക്ക് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഓട്ട അടഞ്ഞിട്ട് നമ്മൾ കാറ്റടിച്ചാലും അത് പിന്നെ വീണ്ടും കേടായി പോകുമ്പോൾ പിന്നെ നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ശരിക്കും ഇത് നല്ല കുലുക്കി യോജിപ്പിക്കുക. നല്ല കുലുക്കി ഇത് പെട്ടെന്ന് ഈ സോഡ ഈ വെള്ളത്തിൽ ലയിക്കും കേട്ടോ. ഇത്ര ഉപ്പിൻ്റെ അതിൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ഇത് നമ്മൾ വെള്ളത്തായിട്ട് ലയിച്ച് ചേർന്നതാണ്. നമ്മളത് നല്ല കാറ്റടിച്ച് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ പൂവിടാത്ത ചെടികൾക്ക് അടിക്കണം കേട്ടോ. ഇതൊക്കെ ഞാനിതിൻ്റെ മുൻപ് ചെയ്തിട്ട് ഒരു 20 ദിവസം ചെയ്തിട്ട് പൂ വന്ന ചെടികളാണ്. അപ്പോൾ ആ പൂവിടാത്ത ചെടികൾക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. നല്ല നില നനയോളം അടിക്കട്ടോ. ഈ ചെമ്പരത്തിയൊന്നും പൂവ് അങ്ങനെ വരുന്നില്ല, എപ്പോഴെങ്കിലും ഒരു മുട്ട് വന്നിട്ടുണ്ടാകും. ഇതിമേലൊക്കെ ഞാൻ ആദ്യം ചെയ്തതാണ് കേട്ടോ. ഈ അടീനിയത്തിനൊക്കെ ചെയ്തിട്ട് നല്ല പൂ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിനെ ഞാൻ ചെയ്തിട്ടില്ല.
നല്ല നമ്മളൊന്ന് ഇല നനയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. മുരട്ടൊന്നും ആക്കണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ ഇലമ തട്ടിയാൽ തന്നെ അത് നല്ല പൂവും. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് നനയുന്ന രീതിയിൽ നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ അടിക്കാൻ നമ്മളടുത്ത് ആന്തൂറിയ ഉണ്ട് കേട്ടോ. ആന്തൂറിയത്തിനൊക്കെ പൂ വരാൻ നല്ലതാണത്. ആന്തൂറിയത്തിന് ഒരു ബെറ്ററായിട്ടുള്ളൊരു മരുന്നാണ് ഈ പൂ വരാൻ ഈ ബേക്കിംഗ് സോഡ ഫെർട്ടിലൈസർ. അതിൽ വിനാഗർ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ വരുന്നതിനും പുഴുക്കൾ വരുന്നതും ഇത് പുഴുക്കുത്തി നാശമാവുന്നതിനൊക്കെ നല്ലതാണ് ഈ വിനാഗർ അതിൽ വയ്ക്കുന്നത്. നമുക്ക് ഈ പൂ വരുന്ന എല്ലാത്തിനും അടിക്കാം കേട്ടോ. ബോഗൺവില്ലൊക്കെ ഇപ്പോൾ അടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതതിൻ്റെ ആ സീസണിലേ പൂ ഇടുള്ളൂ. ഇങ്ങനെ ആയാലും ഒരു 2 മാസം കഴിഞ്ഞാൽ നമുക്കത് പൂവിടണതിന് അത് അടിച്ചു കൊടുക്കാം. ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ തെറ്റുണ്ട്, ഓർക്കിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണത്. നമുക്ക് പെട്ടെന്ന് ഇത് ചെടികൾ പിരിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊരു പ്ലാന്റാക്കി ഒരുപാട് പ്ലാന്റാക്കി എടുക്കാം. നമ്മളൊന്ന് നഴ്സറിയിൽ നിന്ന് ഒരു 1-2 കളർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് കളർ ഒരു 5-6 മാസം കൊണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഓർക്കിഡൊക്കെ നല്ല പൂ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഫെർട്ടിലൈസർ ആദ്യം ചെയ്ത് കൊടുത്താണ് കേട്ടോ. ഓർക്കിഡ് അല്ലെങ്കിലും പൂവിടും, എന്നാലും നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൂവിടാൻ നല്ലതാണ്. ഈ ഓർക്കിഡ് എല്ലാ ഓർക്കിഡും പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസർ ചെയ്ത് അത് ബേക്കിംഗ് സോഡ അടിച്ചു കൊടുത്തിട്ടുള്ള പൂക്കളാണിത്. ഇതെല്ലാം ഇവിടെയൊക്കെ നമ്മൾ അടിച്ചു കൊടുത്താണ് കേട്ടോ. ഈ ഒരു ലൈന് ഫുള്ള് അങ്ങോട്ട് അടിച്ചു കൊടുത്ത് അതൊക്കെ നല്ല പൂവിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇതൊന്നും തീരെ പൂ വരാത്തൊരു ചെടിയായിരുന്നു. എപ്പോഴെങ്കിലും ഒരു പൂ വരുന്നുണ്ട്. ഇപ്പോൾ നിറച്ച് ഇതിന്മേൽ മൊട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിലായിട്ട് നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.